واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ സൂക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിന്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടുന്നതാണ്. അവരോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലഫികൾ മദ്ഹബുകൾ അംഗീകരിക്കുന്നില്ല എന്ന വാദം തീർത്തും അടിസ്ഥാനരഹിതമാണ്. മദ്ഹബുകൾ ഖുർആനിനും സുന്നത്തിനും എതിരാണ് എന്ന വാദവും തീർത്തും സലഫികൾക്ക് നേരെ നടത്തുന്ന ഒരു ആരോപണങ്ങൾ മാത്രമാണ്. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ പറഞ്ഞത് നമുക്കറിയാം. നിങ്ങൾക്കിതാ ഞാൻ 2 കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. അവ രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ഭിന്നിച്ചു പോവുകയില്ല. ഒന്ന് അള്ളാഹുവിന്റെ ഖുർആൻ, അവന്റെ പ്രവാചകന്റെ ജീവിതചര്യ. ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഒരു മുസ്ലിമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്നുള്ളത് ഖുർആനും പ്രവാചകന്റെ ജീവിതചര്യയുമാണ്. ഇങ്ങനെ ഒരു മുസ്ലിമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമാണ് എന്ന് പറഞ്ഞതിനാൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ പ്രസ്ഥാനം എങ്ങനെയാണ് മദ്ഹബുകളെ എതിർക്കുന്നവരായി തീരുക? ഇങ്ങനെ പറയുമ്പോൾ ഇന്ന് നിലവിലുള്ള മദ്ഹബുകൾ അംഗീകരിക്കാത്തവർ എന്ന രീതിയിൽ സലഫികളെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഇന്ന് നിലവിലുള്ള 4 മദ്ഹബി ഇമാമികളും പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ അവരുടെ വാക്കിന് എതിരായിക്കൊണ്ട് പ്രവാചകന്റെ ഹദീസ് കണ്ടാൽ പ്രവാചകന്റെ വാക്കുകൾ സ്വീകരിക്കണമെന്നല്ലേ? അത് മാത്രമേ സലഫികൾ ചെയ്യുന്നുള്ളൂ. മനുഷ്യ സഹജമായ തെറ്റുകൾ ആർക്കും പറ്റാം. മാത്രമല്ല, ഈ ഇമാമുകളിൽ ഒരാൾക്ക് കിട്ടിയ ഹദീസ് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അവർ അങ്ങനെ പറഞ്ഞതും. അവർ പറഞ്ഞതിന് എതിരായിക്കൊണ്ടോ അല്ലെങ്കിൽ നേരിയ വ്യത്യാസത്തിലോ കൂടുതൽ ഉത്തമമായ പ്രവാചകന്റെ വാക്കുകൾ കാണുമ്പോൾ ഇമാമുകളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ അവരുടെ വാക്ക് മാറ്റിവെച്ചുകൊണ്ട് പ്രവാചകന്റെ വാക്കുകൾക്ക് മുൻഗണന കൊടുക്കുന്നു. ഇതിലെവിടെയാണ് മദ്ഹബുകളെ നിഷേധിക്കുന്നത്? പിന്നെയുള്ള വിഷയം സൗദി അറേബ്യയിലെ മദ്രസകളിൽ 4 മദ്ഹബുകൾ പഠിപ്പിക്കുന്നു എന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ മദ്രസകളിൽ 4 മദ്ഹബുകളും പഠിപ്പിക്കാൻ നമ്മുടെ സുന്നി സഹോദരന്മാർക്ക് തയ്യാറാകാൻ പറ്റുമോ? നിങ്ങൾ ഷാഫി മദ്ഹബ് മാത്രം പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? സൗദിയിൽ 4 മദ്ഹബും പഠിപ്പിക്കുന്നു, പക്ഷേ അതിലെ ഏതെങ്കിലും ഒന്ന് പിൻപറ്റിയിരിക്കണം എന്ന നിർബന്ധം അവർ പഠിപ്പിക്കുന്നില്ല. അത് നിങ്ങൾ തീർത്തും അവരുടെ മേൽ നിങ്ങൾ നടത്തുന്ന ഒരു ആരോപണം, ഒരു വാദം മാത്രമാണ്. ആ വാദത്തിന് യാതൊരു അടിത്തറയും ഇല്ല എന്നുള്ളതാണ് സത്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജുമുഅയുടെ ദിവസം 2 ബാങ്ക് കൊടുക്കുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിലവിലില്ല. 1 ബാങ്ക് മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. അത് ഇമാം മിമ്പറിൽ കയറിയാലാണ് വിളിച്ചിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുയുടെ കാലത്ത് ജനങ്ങൾ ഒരുപാട് വർദ്ധിച്ചപ്പോൾ ഇസ്ലാമിലേക്ക് ഒരുപാട് പേർ കടന്നു വന്നു. സൂര്യനെ നോക്കിയും നിഴൽ നോക്കിയും സമയം കണക്കാക്കിയിരുന്ന ഒരു കാലത്ത് ജനങ്ങൾക്ക് ജുമുഅയുടെ സമയം കൃത്യമായി കൊണ്ട് പള്ളിയിൽ വരാൻ സാധിക്കാതെ വന്നപ്പോൾ സ്വാഭാവികമായി അന്നത്തെ ജനങ്ങൾക്ക് ജുമുഅയുടെ സമയം അടുത്തിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി പട്ടണത്തിലെ ഉയർന്ന ഒരു സ്ഥലത്ത് കയറി ബാങ്ക് വിളിച്ചിരുന്നു. ഈ വിഷയം ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും ഒരു ഇബാദത്ത്, ഒരു ബിദ്അത്ത് ആയിരുന്നില്ല. ജനങ്ങൾക്ക് നേരത്തെ പള്ളിയിലെത്തുവാനുള്ള ഒരു സമ്പ്രദായം മാത്രമായിരുന്നു അത്. എന്നാൽ പിൽക്കാലത്ത് ഇത് പള്ളികളിലോട്ട് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ന് ജനങ്ങൾക്ക് സമയം അറിയാനും നേരത്തെ പള്ളിയിലെത്തുവാനും സൗകര്യങ്ങൾ ഏറെയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് പോലെ 5 മിനിറ്റിനുള്ളിൽ 2 ബാങ്ക് എന്ന രീതിയിൽ അതിനെ മാറ്റിക്കൊണ്ടുവന്നപ്പോൾ അത് ഒരു നിർബന്ധ കാര്യമായി ജനങ്ങൾ പോലും തെറ്റിദ്ധരിച്ചു. 2 ബാങ്ക് വിളിക്കാത്ത പള്ളിയിൽ ജുമഅക്ക് പോയാൽ ജുമഅ ശരിയാവില്ല എന്നുവരെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയുണ്ടായി. സൗദി അറേബ്യയിൽ ജുമഅയുടെ 1 മണിക്കൂർ മുമ്പാണ് ഈ ബാങ്കുകൾ കൊടുക്കാറുള്ളത്. അത് കേവലം ജനങ്ങൾക്ക് നേരത്തെ പള്ളിയിൽ എത്തുവാൻ സഹായകമാവാൻ വേണ്ടി മാത്രമാണ്. ഇത്തരത്തിൽ അല്ല നമ്മുടെ നാട്ടിലെ രീതി എന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ രീതി ചോദ്യം ചെയ്യപ്പെടുന്നത്. പിന്നെ കേരള സലഫികൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അത് ഷാഫിഈ ഇമാം പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏതൊരു സമ്പ്രദായമാണോ നിലവിലുണ്ടായിരുന്നത് അതാണ് എനിക്കിഷ്ടം എന്ന് ഷാഫിഈ ഇമാം പറഞ്ഞതുപോലെ അത് തന്നെയാണ് കേരള സലഫികളുടെയും നിലപാട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിലവിലുണ്ടായിരുന്ന വസ്തുനിഷ്ഠമായി നമുക്ക് ഹദീസിന്റെ താളുകളിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നതാണ് ഏറ്റവും അഫ്ളൽ എന്നുള്ളതിൽ ഇസ്ലാമിക ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു രീതിയിലാണ് കേരള സലഫികൾ ഇന്ന് ആ വിഷയത്തിൽ നിലനിന്നു പോന്നിട്ടുള്ളത്. എന്നാൽ ഇനി ഏതെങ്കിലും അവസരത്തിൽ പ്രകൃതിക്ഷോഭം മൂലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണമായ ജുമയുടെ സമയം ജനങ്ങൾക്ക് പള്ളിയിൽ എത്താൻ കഴിയാതെ വരുന്ന ഒരു അവസരം, ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായാൽ ഇത്തരത്തിലുള്ള ഒരു സമ്പ്രദായം, ഒരു ബാങ്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രീതിയിൽ ഒരു മുന്നറിയിപ്പ് ജനങ്ങളെ ജുമയുടെ സമയം ആയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുവാൻ വേണ്ടി സ്വീകരിക്കുന്നതിൽ കേരള സലഫികൾക്കും യാതൊരു വിരോധവുമില്ല. എങ്കിൽ പക്ഷേ അതൊരിക്കലും നമ്മുടെ നാട്ടിലെ സുന്നി സുഹൃത്തുക്കൾ ചെയ്യുന്നത് പോലെ 5 മിനിറ്റിൽ 2 ബാങ്കായി ഒരു ഇബാദത്തായി ചെയ്യുന്നത് പോലെ ആവില്ല. അതൊരിക്കലും ജനങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ 2 ബാങ്ക് ഇല്ലെങ്കിൽ ജുമ ശരിയാവില്ല എന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അത് കാരണമാവില്ല. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കാൻ ശ്രമിച്ചാൽ ഇക്കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വിശുദ്ധ ഖുർആനിൽ സൂറ ഇബ്രാഹിം 4-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, യാതൊരു ദൈവദൂതനെയും തന്റെ ജനതയ്ക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതിനു വേണ്ടി അവരുടെ ഭാഷയിൽ സന്ദേശം നൽകിക്കൊണ്ട് അല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. ഈ ആയത്തിൽ ചിന്തിക്കുന്നവർക്ക് ഗുണപാഠങ്ങൾ ഏറെയുണ്ട്. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദീൻ അതിൻ്റെ പരിപൂർണതയിൽ തന്നെ നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ അവൻ്റെ സംരക്ഷണം മുഖേന ലോകാവസാനം വരെ അതിൻ്റെ പരിപൂർണതയിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. ജുമാ ഖുതുബയുടെ ഭാഷ അറബിയിൽ തന്നെ വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിക്കൊണ്ട് ഇന്ന് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന പ്രമാണങ്ങളിൽ കാണുവാൻ സാധ്യമല്ല. അങ്ങനെ അറബിയിൽ ഭാഷയിൽ തന്നെ ഖുതുബ പറയണമായിരുന്നു എങ്കിൽ അത് പ്രമാണങ്ങളിൽ ഉണ്ടാകുമായിരുന്നു. പ്രമാണങ്ങളിൽ നിർബന്ധമായി പഠിപ്പിക്കപ്പെടാത്ത ഒരു കാര്യം നിർബന്ധമായ ബാധ്യതയായിക്കൊണ്ട് സലഫികൾ കാണുന്നില്ല. ജുമുഅ എന്നത് ഉപദേശമാണ്, ആഴ്ചതോറും ജനങ്ങൾക്കുള്ള ഉത്ബോധനമാണ്. അത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെയാണ് വേണ്ടത്. ഇസ്ലാം എന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി പൂർത്തീകരിക്കപ്പെട്ട മതമല്ല. പ്രപഞ്ചനാഥൻ അവന്റെ മഹത്തായ കാരുണ്യത്തിന്റെ ഫലമായി ലോക ജനതയ്ക്ക് വേണ്ടി അവന്റെ പ്രവാചകനിലൂടെ യാതൊരു വക്രതയുമില്ലാതെ പൂർത്തീകരിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. അറബി ഭാഷ അറിയുന്നവർക്ക് വേണ്ടി മാത്രമല്ല ദീൻ നിലകൊള്ളുന്നത്. ഈ ലോകത്ത് താൻ സംസാരിക്കുന്ന ഭാഷ പോലും എഴുതാനും വായിക്കാനും അറിയാത്ത എത്ര മനുഷ്യരുണ്ട്. അവർക്കെല്ലാം അവർക്കറിയാവുന്ന, അവർ ആശയവിനിമയം നടത്തുന്ന ആ ഭാഷയിൽ തന്നെയാണ് അവർക്ക് പ്രപഞ്ചനാഥന്റെ ഖുർആനിന്റെ ആശയതലങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. സൗദി അറേബ്യയിൽ ഭൂരിപക്ഷം അറബികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ അറബിയിൽ ഖുതുബ നിർവഹിക്കുന്നു. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ജുമാ ഖുതുബയുടെ ഭാഷ അറബിയിൽ തന്നെ വേണം എന്ന് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ എവിടെയും രേഖപ്പെടുത്തിയതായി നിങ്ങൾക്ക് കാണിക്കുവാൻ സാധ്യമല്ല. എന്നാൽ നിങ്ങൾ പറയുന്നത് ഖുതുബ അറബിയിൽ തന്നെ വേണം, അല്ലെങ്കിൽ അത് ഹലാലായി തീരുകയില്ല എന്നുള്ളതാണ്. അത് സാധുവായി തീരുകയില്ല എന്നുള്ള നിങ്ങളുടെ വാദം, ആ വാദം സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ എവിടെയെങ്കിലും പറഞ്ഞതായിക്കൊണ്ടോ രേഖപ്പെടുത്തിയതായിക്കൊണ്ടോ നിങ്ങൾക്ക് കാണിക്കുവാൻ സാധ്യവുമല്ല. അപ്പോൾ നിങ്ങളുടെ ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചിരുന്നില്ല എന്നത് സ്വീകാര്യമായ ഹദീസുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഒരു റമദാനിൽ 3 ദിവസത്തോളം പ്രവാചകൻ രാത്രി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയുണ്ടായി. പിന്നീട് അത് നിർബന്ധമാക്കപ്പെടുമോ എന്ന ഭയത്താൽ ഒഴിവാക്കുകയും ചെയ്തു. 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിക്കാത്ത പ്രവാചകൻ അന്ന് ജമാഅത്തായി നമസ്കരിച്ചപ്പോഴും 11 റക്അത്ത് തന്നെ ആയിരിക്കണമല്ലോ നമസ്കരിച്ചിരുന്നത്. ഇനി പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ജമാഅത്തായി കൊണ്ട് നമസ്കരിക്കാൻ നിർദ്ദേശിച്ചപ്പോഴും 11 റക്അത്താണ് നിർദ്ദേശിച്ചത് എന്നത് സ്വീകാര്യമായ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് 20 റക്അത്താണ് നമസ്കരിച്ചിരുന്നതെന്ന ഇമാം ബൈഹഖിയുടെ റിപ്പോർട്ട് ആണ് നിങ്ങൾക്ക് പിൻബലം നൽകുന്നതെങ്കിൽ ആ ഹദീസിന്റെ സനദിലുള്ള പോരായ്മ അദ്ദേഹം തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാം സുയൂത്തി അൽ-ഹാവാലിൽ ഫതാവയിൽ 349-ാമത്തെ പേജിൽ ഈ ഹദീസ് ളഈഫാണെന്ന് പ്രസ്താവിച്ചിട്ടുമുണ്ട്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ റമളാനിലെ തറാവീഹ് 11-ൽ കൂടുതൽ നമസ്കരിച്ചതിന് പ്രബലമായ തെളിവുകളില്ല. 11 റക്അത്ത് ആണ് നമസ്കരിച്ചത് എന്നതിന് തെളിവുകളുടെ പിൻബലമുണ്ട് താനും. അതുകൊണ്ട് തന്നെ സലഫികൾ പ്രമാണങ്ങളുടെ കൂടെ നിൽക്കുന്നു.
ലോക മുസ്ലിങ്ങൾ ഒന്നുചേരുന്ന സ്ഥലമാണ് മക്കയും മദീനയും. അവിടെ വരുന്ന ജനങ്ങൾ വ്യത്യസ്ത മദ്ഹബുകളും വ്യത്യസ്ത ആശയക്കാരുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒത്തൊരുമയ്ക്ക് വേണ്ടി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കഅബയുടെ മുറ്റത്ത് പഴയ കാലം പോലെ വീണ്ടും 4 ഇമാമുകൾ എന്ന രീതിയിലുള്ള ഭിന്നിപ്പ് ഉണ്ടാവാം എന്നുള്ള ഭയപ്പാട് കൊണ്ടാണ് അവിടെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് 20 റക്അത്ത് നമസ്കരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ തറാവീഹ് 20 റക്അത്ത് ആണെന്ന വാദം ഗൾഫ് സലഫികൾക്കുണ്ടായിരുന്നുവെങ്കിൽ സൗദി അറേബ്യയിലെ മറ്റു പള്ളികളിലെല്ലാം 20 റക്അത്താണ് നമസ്കരിക്കേണ്ടിയിരുന്നത്. എന്നാൽ മക്കയും മദീനയും ഒഴിച്ച് സൗദി അറേബ്യയിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോലും 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധ്യമല്ല. ചുരുക്കത്തിൽ തറാവിഹി നമസ്കാരം 20 ആണെന്ന് നിങ്ങൾ പറയുമ്പോൾ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന രാത്രി നമസ്കാരം 11-ൽ കൂടുതൽ നമസ്കരിച്ചിരുന്നില്ല എന്ന സ്വഹീഹായ ഹദീസുകളെയാണ് നിങ്ങൾ നിഷേധിച്ച് തള്ളുന്നത്. പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന ഒരു നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഉചിതമായ തീരുമാനമെന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചതായിക്കൊണ്ട് സ്വീകാര്യമായ ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണുവാൻ സാധ്യമല്ല. മാത്രമല്ല അത്തരത്തിലുള്ള കൂട്ടപ്രാർത്ഥനകൾ പ്രവാചകൻ പഠിപ്പിച്ചിരുന്നില്ല എന്നതിന് സ്വഹാബികളുടെ വാക്കുകൾ ധാരാളമാണ്. തീർച്ചയായും നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥന ഒരു പുത്തൻ ആചാരമാണ്. അതിന് പ്രമാണങ്ങളുടെ യാതൊരുവിധ പിൻബലവും ഇല്ലതാനും. സൗദി അറേബ്യയിലെ 2 ഹറമുകൾ അടക്കം ഒരു പള്ളിയിലും നമസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന എന്ന ഒരു സമ്പ്രദായം നിലവിലില്ല. പിന്നെ 10,000-ങ്ങളെ സാക്ഷി നിർത്തി റമദാനിലെ തറാവീഹിലും ജുമാ ഖുതുബകളിലും നടക്കുന്ന പ്രാർത്ഥന, അത് എങ്ങനെയാണ് നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്നത്? ഇവയെല്ലാം എതിർക്കുന്നവരാണ് ഈ ജുമാ ഖുതുബകളിലെ പ്രാർത്ഥനകളും തറാവിഹിയിലെ പ്രാർത്ഥനകളുമെല്ലാം എതിർക്കുന്നവരാണ് കേരളത്തിലെ സലഫികൾ എന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചുകൊള്ളുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊതുവെ സലഫികൾക്ക് നേരെ നടത്തുന്ന ഒരു ആരോപണം മാത്രമാണിത്. സലഫികൾക്ക് ദിക്റുകളും ദുആകളും ഖുർആനിക ആയത്തുകളും ഓതി മന്ത്രിക്കുന്നതിന് എതിരല്ല. എന്നാൽ അങ്ങനെ മന്ത്രിക്കുന്നതിന് ഒരു അടിസ്ഥാനമുണ്ട്. അത് പ്രവാചകൻ പഠിപ്പിച്ചതാവണം. പ്രമാണങ്ങളിൽ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിരിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ദിക്ർ ദുആകളിലൂടെ മന്ത്രിക്കുന്നതാണ് സലഫികൾ എതിർക്കുന്നത്. തീർച്ചയായും പ്രവാചകൻ പറഞ്ഞു എന്ന് ഉറപ്പുള്ള സ്വീകാര്യമായ പ്രമാണങ്ങളിലുള്ള എല്ലാ മന്ത്രങ്ങളും സലഫികൾ അംഗീകരിക്കുന്നുണ്ട്. അത് മാത്രമാണ് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയും ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്. പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടവ മാത്രമാണ് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയും ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ വളരെ ദയനീയമാണ്. ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ള ദിക്റുകളും ദുആകളും ഉണ്ടാക്കുകയും ചില ഖുർആനിക ആയത്തുകൾക്ക് പ്രത്യേക നമ്പർ ക്രമത്തിൽ പാരായണം ചെയ്യാൻ കൽപ്പിക്കുകയും അതിന് പ്രത്യേകം പുണ്യം കൽപ്പിക്കുകയും ചെയ്യുന്നു. പ്രമാണങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഇത്തരം പുത്തൻ ആചാരങ്ങളെയാണ് സലഫികൾ എതിർക്കുന്നത്. ഇത് പൊതുജനങ്ങൾ വ്യക്തമായി അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മന്ത്രത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും പറയുന്ന ജുമാ ഖുതുബ UAE-യിൽ വെച്ച് ഹുസൈൻ സലഫി അവറുകൾ നടത്തിയത് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ എന്ന് പറയുന്നതാവും ശരി. കാരണം അതിനു മുമ്പ് എത്രയോ തവണ അതുമായി ബന്ധപ്പെട്ട പലവിധ പ്രഭാഷണങ്ങൾ കേരളത്തിൽ തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തുന്ന പ്രഭാഷണങ്ങളിൽ ശിർക്കൻ മന്ത്രങ്ങളെയും മറ്റും എതിർത്ത് സംസാരിക്കേണ്ടിയും വന്നിട്ടുണ്ട്. അതൊക്കെ കേൾക്കുവാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് എവിടെ സമയം? വിമർശനങ്ങൾക്ക് വേണ്ടി മാത്രം സലഫികളുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിച്ചു പോയത്. കേരളത്തിലെ സലഫികൾ എതിർത്തിട്ടുള്ളത് പ്രവാചകൻ പഠിപ്പിക്കാത്ത ശിർക്കൻ മന്ത്രങ്ങൾ മാത്രമാണ്. അങ്ങനെ പ്രവാചകൻ പഠിപ്പിക്കാത്തത് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴെല്ലാം പ്രവാചകൻ പഠിപ്പിച്ചത് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യണം എന്നുകൂടി ആവർത്തിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ അത് കേൾക്കാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ച സുഹൃത്തുക്കൾക്ക് സമയമുണ്ടായില്ല എന്നതാണ് സത്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
സലഫികൾക്ക് ജിന്നി വിഷയവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ മാറ്റിത്തിരുത്തേണ്ട അവസ്ഥ വന്നിട്ടില്ല. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശിർക്കിനും ബിദ്അത്തിനുമെതിരെ സലഫികൾ ആഞ്ഞടിച്ചപ്പോൾ പ്രമാണങ്ങളെ കൊണ്ട് സലഫികളെ നേരിടാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ശിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും വാഹകർ സലഫികളുടെ ഉള്ളിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ ശ്രമത്തിൻ്റെ ഫലമായി കേരളത്തിലെ സലഫികളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും യഥാർത്ഥ സലഫികൾക്ക് പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വന്നിട്ടില്ല. ജിന്നിനോടാവട്ടെ, മലക്കിനോടാവട്ടെ, മരിച്ചുപോയ പുണ്യപുരുഷന്മാരോടാവട്ടെ, അള്ളാഹുവോട് മാത്രം ചോദിക്കുന്ന സഹായത്തേട്ടം മറ്റാരോടും പാടില്ല എന്ന് ഇന്നും സലഫികൾ വ്യക്തമായി പറയുന്നു. എന്നാൽ 1971 സൽസബീലിൽ പറഞ്ഞ വാദത്തിൽ നിന്ന് സലഫികൾക്ക് ജിന്ന് വിഷയത്തിൽ ഇതുവരെ മാറ്റിത്തിരുത്തേണ്ട അവസ്ഥ വന്നിട്ടില്ല എന്നതാണ് സത്യം. എന്നാൽ ഈ കാര്യം ഉന്നയിച്ച് സലഫികൾക്കിടയിൽ വീണ്ടും ഭിന്നിപ്പുണ്ടാക്കുവാൻ വേണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തന്ത്രം പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരുടെ അടുക്കൽ ഏശിയിട്ടില്ല, ഇനി ഏൽക്കുകയുമില്ല. പ്രമാണങ്ങളിൽ ഉറച്ചു നിന്നവർക്ക് അന്നും ഇന്നും നിലപാട് മാറ്റേണ്ടി വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മരിച്ചുപോയവരുടെ കാര്യത്തിൽ സന്ദേഹവുമില്ല. മരണപ്പെട്ടവരുടെ പരലോകം എങ്ങനെയാകുമെന്ന് ഉറ്റാലോചിക്കും മുമ്പ് ജീവിച്ചിരിക്കുന്ന നമ്മുടെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുകയും ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും പ്രമാണങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യുക. അതിനുവേണ്ടി അള്ളാഹു തന്ന കാഴ്ചയും കേൾവിയും ബുദ്ധിയും ഉപയോഗപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഒരു കാര്യത്തിൽ അള്ളാഹു എന്തു പറഞ്ഞു, അവൻ്റെ പ്രവാചകൻ എന്തു പറഞ്ഞു എന്ന് തന്നെയാണ്. പ്രവാചകൻ പറഞ്ഞു എന്ന് വ്യക്തമായ സനദോടു കൂടി വന്ന ഹദീസുകളെ സലഫികൾക്ക് ഒരിക്കലും എതിർക്കേണ്ടി വന്നിട്ടില്ല. അതിനു നേരെ ആരോപണം നടത്തേണ്ടി വന്നിട്ടുമില്ല. അതിൻ്റെ പേരിൽ സ്വഹാബികളെ തള്ളിക്കളയേണ്ടിയും വന്നിട്ടില്ല. എന്നാൽ കേരളത്തിൽ ചില വ്യക്തികൾ അള്ളാഹുവും അവൻ്റെ റസൂലും വ്യക്തമായി വിരോധിച്ചു എന്ന് പറഞ്ഞ് പ്രാമാണികമായി ഉറപ്പുള്ള കാര്യങ്ങളെ അത് അള്ളാഹുവിൻ്റെ ദീനിൽ വളരെ ശ്രേഷ്ഠതയുള്ളത് ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒറ്റപ്പെട്ട ചില സ്വഹാബികളുടെ വാക്കുകൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് സമൂഹ മധ്യത്തിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ സലഫികൾക്ക് എതിർക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഒരിക്കലും സ്വഹാബികളെ നിന്ദിക്കുവാനോ അവഹേളിക്കുവാനോ വേണ്ടിയല്ല, മറിച്ച് നിങ്ങളിൽ പലരും ചെയ്യുന്ന തോന്നിവാസത്തിന് സ്വഹാബികളുടെ വാക്കുകൾ തെളിവ് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അപ്പോഴാണ് അവ എതിർക്കപ്പെട്ടത്. അല്ലാതെ നിങ്ങൾ പറയും പോലെ സ്വഹാബികളെ തള്ളിക്കളയേണ്ട ഒരു ഗതികേട് സലഫികൾക്ക് ഇക്കാലം വരെ വന്നിട്ടില്ല, ഇനി വരികയുമില്ല ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിഷയത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തമ്മിൽ കൂട്ടിക്കലർത്തിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാനാണ് ഈ ചോദ്യത്തിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സൂറത്തുൽ ഖസസിൻ്റെ 15-ാമത്തെ ആയത്തിലൂടെ മൂസാ നബിയോട് തൻ്റെ കക്ഷിയിൽപ്പെട്ടവൻ തൻ്റെ ശത്രു വിഭാഗത്തിൽപ്പെട്ടവനെതിരെ സഹായം തേടിയ സംഭവം നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഒരു വ്യക്തി യുദ്ധത്തിലും മറ്റു കാര്യങ്ങൾക്കും ആളുകളോട് സഹായം ചോദിക്കാറുള്ളത് പോലെയാണ് ഇവിടെയും നടക്കുന്നത്. ഔലിയാക്കളുടെ ഖബറിൻ്റെ അടുക്കൽ വെച്ചും അഭാവത്തിൽ ഉള്ളവരോടും അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യത്തിൽ സഹായം തേടുന്നതിനെയാണ് സലഫികൾക്ക് എതിർക്കേണ്ടി വന്നിട്ടുള്ളത്. പരലോകത്ത് ജനങ്ങൾ മഹ്ശറയിലെ നിറുത്തത്തിലെ പ്രയാസത്തിന് ആശ്വാസം കിട്ടുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് നബിമാരോട് പോലും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് ഇഹത്തിലും പരത്തിലും അനുവദനീയമാണ്. അതായത് നല്ല ഒരു മനുഷ്യനെ സന്ദർശിച്ച് താങ്കൾ എനിക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് പോലെയാണിത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ജനങ്ങൾ പ്രവാചകനോടും ആവശ്യപ്പെടാറുണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് വഫാത്തായതിനു ശേഷം ഒരിക്കലും അവർ അത് ആവർത്തിച്ചിട്ടില്ല. അപ്പോൾ മഹ്ശറയിൽ നടക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് മരിച്ചുപോയവരോടുള്ള സഹായത്തേട്ടത്തിന് തെളിവുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന സഹായത്തേട്ടത്തിന് വ്യക്തമായ തെളിവില്ല എന്ന കാര്യം ഇതിലൂടെ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ ഇത്തരത്തിൽ പ്രമാണങ്ങളെ വളച്ചൊടിച്ച് സംസാരിക്കേണ്ടി വരുമായിരുന്നില്ല നിങ്ങൾക്ക്. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ സൂക്ഷിച്ചുകൊള്ളുക.
എന്നിട്ട് ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടുന്നതാണ്. അവരോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല.